ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ്. മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അത്ര അടിപൊളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുമല്ല, എന്നാൽ ഒരു ഓക്കെ അങ്ങനെ ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അത് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഞാനത് ഫേസിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ലിപ് ബാം ആയാലോ? എക്കോബെറിയുടെ ബീട്രൂട്ട് ലിപ് ബാമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു നാച്ചുറൽ പിങ്ക് ലിപ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമൊന്നുമല്ല, നമ്മളെപ്പം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്താലും അതിന് മുമ്പ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നമ്മുടെ ലിപ്സിനെ ഒന്ന് നറിഷ് ചെയ്ത് വെക്കണം. ഇനി ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് മൈ ഗ്ലാമിൻ്റെ തന്നെ SPF 50 PA+++ ഒക്കെയുള്ള ഒരു BB ക്രീമാണ്. അപ്പോൾ അത് ഞാനിപ്പം സൺസ്ക്രീനകത്ത് യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ ഇതിനകത്ത് SPF ഉള്ളതുകൊണ്ടാണ്. അത് ഞാൻ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടാണ് അതിനെ ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിപ്പം കൈ വെച്ചിട്ട് ചെയ്യാൻ, നമുക്ക് സൺസ്ക്രീൻ ആണെങ്കിൽ അത് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയാണ്, നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് കുറച്ച് ആ ഒരു സൺസ്ക്രീനെ വെച്ച് നോക്കുമ്പോൾ ഈ BB ക്രീം കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ പറ്റുന്നില്ല, കറക്റ്റാണെങ്കിൽ ബ്ലെൻഡായി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ബ്രഷ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വിരൽ വെച്ചിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ അത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പ്രൊഡക്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തേക്കാവേ. ഇനി ഞാൻ എടുക്കുന്നത് മൈ ഗ്ലാമിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനങ്ങനെ ഐ ഷാഡോസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. അത് ഞാൻ കണ്ണിന് മുകളിലും താഴെയുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്താലോ? അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത്, കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന NYBയുടെ കാജലാണ്. ആ NYBയുടെ കാജൽ തന്നെയാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അത് റൈറ്റും ലെഫ്റ്റും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ബ്രഷ് എടുത്തിട്ട് ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ പരത്തി കൊടുക്കുന്നുണ്ട്. ആ റൈറ്റിലും ലെഫ്റ്റിലും ആ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് കണ്ണെഴുതി കൊടുത്താലോ? കണ്ണ് ഞാൻ മുകളിൽ എഴുതാറുണ്ട്, താഴെ എഴുതാറുണ്ട്, ചിലപ്പോൾ രണ്ടിടത്തും എഴുതാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മുകളിൽ മാത്രമേ എഴുതുന്നുള്ളൂ. അത് റൈറ്റ് കണ്ണിലെയും ലെഫ്റ്റ് കണ്ണിലെയും മുകൾ ഭാഗത്ത് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. ഇനിയും അത് കഴിഞ്ഞതിന് ശേഷം റൈറ്റിൽ എഴുതി, അതിന് ശേഷം പിന്നെ ലെഫ്റ്റ് സൈഡിലും എഴുതി. പിന്നെ ചിലപ്പോഴൊക്കെ വാലിടാറുണ്ട്, ചിലപ്പോൾ ഇടത്തില്ല. എൻ്റെ ഒരു മൂഡ് പോലെ. നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്. ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന മസ്കാരയാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് ഞാൻ താഴെയും ഉപയോഗിക്കുന്നുണ്ട്, മുകളിലും ഉപയോഗിക്കുന്നുണ്ട്. മസ്കാര നമ്മളെപ്പോഴും ഒരു സൈഡിൽ മാത്രം ഉപയോഗിക്കരുത്, താഴെയും മുകളിലുമായിട്ട് ഉപയോഗിക്കണം. 2 ലാഷസിലും ഉപയോഗിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കവളൊക്കെ ഒന്ന് ചുമപ്പിച്ചാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഐ ഷാഡോയ്ക്ക് പകരം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റില്ലേ, മൈ ഗ്ലാമിൻ്റെ, അത് തന്നെ എടുത്തിട്ട് നമ്മുടെ ചീക്കിലും അതുപോലെ തന്നെ നമ്മുടെ ചിൻ ഏരിയയിലും നമ്മുടെ നോസിൻ്റെ ടിപ്പിലും ഒക്കെയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങോട്ട് ചുമക്കട്ടെ എന്ന്. ഇനി നമുക്ക് ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യാം. ലിപ്പ് ലൈനർ ഞാൻ വന്നിട്ട് നൈക്കയുടെ ലിപ്പ് ലൈനറാണ് എടുത്തേക്കുന്നത്. കുറച്ച് ലൈറ്റ് ഷെയ്ഡാണിത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റിൻ്റെ ഈ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ അതൊരു ലൈറ്റർ ഷെയ്ഡാണ്. അത് ഞാൻ ലിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്തേക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിപ്പ് ക്രയോണാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ മാഴ്സിൻ്റെ ലിപ്പ് ക്രയോണാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ടൊരു 21 ആണെന്ന് തോന്നുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് നോക്കിയില്ല എന്ന് എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത്രയും നേരം അപ്ലൈ ചെയ്തൊന്നും വെറുതെ ആയി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റിംഗ് സ്പ്രേയോട് അടിക്കാം. സെറ്റിംഗ് സ്പ്രേ ഫേസസ് കാനഡയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് എടുത്തേക്കുന്നത്. ഇനിയും ചുമ്മാ 2 വീശു കൊടുക്കാം, അങ്ങോട്ട് സെറ്റാവട്ടെ. ഇനി നെക്സ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കമ്മലും മാലയൊക്കെ വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞി കമ്മൽ എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡാണ് എടുത്തേക്കുന്നത്, ഒരു വൈറ്റ് കളറിലുള്ള ഒരു സ്റ്റഡാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾ സെറ്റായി. ഇനി നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, ബൈ.